ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പ്ലെൻഡറിൽ ചെറിയ ബാറ്ററി ഒഴിവാക്കിയിട്ട് നമ്മൾ വലിയ ബാറ്ററി വയ്ക്കാനായിട്ട് പോകണം. അപ്പോൾ ഓൾറെഡി ഇത് ഉപയോഗിക്കുന്നവരുണ്ട്, ഒരുപാട് ചെറിയ ബാറ്ററി മാറ്റി വലിയ ബാറ്ററി ഉപയോഗിക്കുന്നവരുണ്ട്. എന്നാലും കുറേ പേര് ഈ ഒരു DRLM അങ്ങനെയുള്ള ലൈറ്റുകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു ചെറിയ ബാറ്ററി വെച്ച് വലിയ ബാറ്ററിയിലേക്ക് മാറുമ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്, ബ്രോ അത് വെച്ചാൽ അതിൽ കുഴപ്പമുണ്ടോ കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു ബാറ്ററി എങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക, അതുപോലെ തന്നെ ഈ ബാറ്ററി വെച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ ഞാനിത് അഴിച്ചിട്ട് മറ്റേ ബാറ്ററി വയ്ക്കാൻ പോവുകയാണ്. ഈ ഒരു ഭാഗം കൂടെ കട്ട് ചെയ്യണം, എന്നാലാണ് കറക്റ്റ് പ്രോപ്പറായിട്ട് കയറുള്ളൂ. ഇപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ചെറിയ രീതിയിൽ തട്ടുന്നുണ്ട്. നമുക്കൊന്ന് പ്രസ് ചെയ്താൽ കയറിപ്പോവും, എന്നാലും ഫിറ്റിങ്സ് കറക്റ്റ് കിട്ടില്ല. അപ്പോൾ ഈ ഒരു ഭാഗം കൂടെ കട്ട് ചെയ്ത് വിടണം. ബാറ്ററി നമ്മൾ മാക്സിമം കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് അടയ്ക്കാൻ നേരത്ത് ഈ ഒരു ക്ലാമ്പ് ഇതിലേക്ക് ചേരില്ല, ഇത് ചേരാനൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഒരു ക്ലാമ്പ് ഒന്ന് വളച്ചു കൊടുത്താൽ മതി പ്ലെയർ വെച്ചിട്ട്. ഈ രണ്ട് ക്ലാമ്പും ചെറിയ രീതിയിൽ വളച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു ചെറിയ ബോൾട്ടാണ് ഇതിൽ കിടന്നത്. അപ്പോൾ നമ്മൾ ഈ ബോൾട്ട് നമ്മൾ കത്തില്ല, ലേശം ലെങ്ത് കൂടിയ ബോൾട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ബാറ്ററി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് നാളായിട്ട് ഉപയോഗിക്കാതെ ഇരുന്നിട്ട് ബാറ്ററി വയ്ക്കുന്നവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ചാർജ് കയറുന്നുണ്ടോയെന്ന് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. ബൾബ് വെച്ച് ചെക്ക് ചെയ്യുക, ഇല്ലയെന്ന് വെച്ചാൽ മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്യുക. എന്നിട്ട് ശേഷം ഉറപ്പ് വരുത്തുക ബാറ്ററി ചാർജ് കയറുന്നുണ്ട് എന്നുള്ളത്. ഇത് വേറൊരു സ്പ്ലെൻഡറാണ്, ഇതിലും വലിയ ബാറ്ററിയാണ് വെച്ചേക്കണത്. അപ്പോൾ ഇതിൽ ചാർജിങ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടൊരു കുറച്ച് ഇതിലൊരു ലെറ്റർ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ സ്റ്റാൻഡേർഡ് ടൈം 0.5 ആംപിയറിൽ 5 to 10 മണിക്കൂറിൽ ബാറ്ററി ഫുള്ളാവും. അതുപോലെ തന്നെ ക്വിക്ക് ചാർജിങ്ങിൽ 2.5 ആംപിയറിൽ 1 hour ഇതിൽ ഫുള്ളാവുന്നതാണ് ഇതിൽ പറഞ്ഞേക്കണം. അപ്പോൾ ഇതിൽ ആംപിയറിൻ്റെ ഒരു കേസ് പ്രോബ്ലം ഇല്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ കുറച്ച് വലിയ ബാറ്ററി ആകുമ്പോൾ കുറച്ചുകൂടെ ടൈം എടുക്കും അതിൻ്റെ ചാർജ് ഫുള്ളാവാനാണ് തോന്നുന്നത്. അപ്പോൾ വലിയ ബാറ്ററി വെച്ചു എന്ന് പറഞ്ഞിട്ട് ചാർജിങ്ങിൻ്റെ ഒരു ഇഷ്യൂ വരുന്നില്ല. അപ്പോൾ സ്പ്ലെൻഡറിൽ കുറച്ച് വലിയ ബാറ്ററി വെച്ചു എന്ന് പറഞ്ഞിട്ട് വേറെ പ്രോബ്ലംസും കാര്യങ്ങളൊന്നുമില്ല. കുറേ പേര് അങ്ങനെ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, വലിയ ബാറ്ററി വെച്ചാൽ ചാർജ് കയറാൻ ബുദ്ധിമുട്ടുണ്ടാവുമോ കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല, ധൈര്യമായിട്ട് തന്നെ
വലിയ ബാറ്ററി വയ്ക്കുക. അത് ഇൻസ്റ്റാൾ ചെയ്യണ ഒരു ചെറിയൊരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. ആ ഒരു കേസ് കട്ട് ചെയ്യണം, വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. അതുപോലെ തന്നെ ഇത് കുറച്ചുകൂടെ വലിയ ബാറ്ററിയാണ്, അതുകൊണ്ടാണ് ആ ഒരു കേസ് ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇതിൽ ഫിറ്റിങ്സും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ആ ഫിറ്റിങ്സുകളൊന്നും മാറാതെയാണ് ചെയ്തേക്കണത്. ചാർജിങ്ങിൻ്റെ കേസ് പ്രോബ്ലംസ് ഒന്നുമില്ല. അപ്പോൾ ഒരു കേസിൻ്റെ കട്ട് ചെയ്ത് ഫിറ്റിങ്സിൻ്റെ ഒരു ഭാഗം മാത്രം നോക്കിയാൽ മതി. DC ചെക്ക് ചെയ്യുന്ന ടൈമിൽ നിലവിൽ ഇതിലിപ്പോൾ 11 വോൾട്ടാണ് കാണിക്കുന്നത്. ബാറ്ററി കുറച്ച് ചാർജ് കുറവുണ്ട്. അപ്പോൾ ചാർജിങ് ഓക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് ആക്സിലറേറ്റർ കൊടുക്കുന്ന ടൈമിൽ ഒരു 13 പോയിൻറ്റ് സംതിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാർജിങ്ങിൻ്റെ സെക്ഷൻ ഓക്കെയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ചാർജിങ്ങിൻ്റെ സെക്ഷൻ ഓക്കെയാണ്. 13.14 നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ചാർജിങ്ങിൻ്റെ സെക്ഷൻ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്, ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം. വീഡിയോ യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.